പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. പലസ്തീനിലെ ഹമാസ് ഭീകരരെ ഇല്ലായ്മ ചെയ്യുമെന്ന് ശപഥം ചെയ്ത് ഇറങ്ങിത്തിരിച്ച ഇസ്രേലി പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ഒരു വശത്ത്, ഹമാസിന്റെ തലപ്പത്തുള്ളവരെ ആകെ ഒന്നൊന്നായി വകവരുത്തി, ഹമാസിന്റെ നട്ടെല്ലൊടിച്ചു. പലസ്തീനി ജനത ആശ്രയമറ്റ് അഭയാർത്ഥികളായി മാറിയെന്ന ദുരവസ്ഥ മറ്റൊരു വശത്ത്. എങ്കിലും പറഞ്ഞത് പയറ്റി തെളിയിക്കുകയാണ് നെതന്യാഹു എന്ന് പറയാതെ പറ്റില്ല. ഹമാസിനെ ഇനി തലപൊക്കാനാകാത്ത വിധം അടിച്ചിട്ടപ്പോൾ തൊട്ടപ്പുറത്തെ അടുത്ത ഭീകരശത്രുവിനെ ഇല്ലാതാക്കാനായി നെതന്യാഹുവിന്റെ അടുത്ത നീക്കം. ലോകത്തിന് പല കാര്യങ്ങളിലും എതിർപ്പുണ്ടെങ്കിലും ഭീകരരെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന കാരണത്താൽ എതിർപ്പുകൾക്കിടയിലും നെതന്യാഹു ഒരു അനുകൂല മനസ്സ് നേടുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ടാണ് ബെയ്റൂട്ടിനെ യുദ്ധക്കളമാക്കി നെതന്യാഹു മാറ്റിയത്. ബെയ്റൂട്ടിലെ പല കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടു. പേജറും വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ചു മരിച്ചവർ വേറെ. പിന്നെയും ബെയ്റൂട്ടിൽ നിരന്തരാക്രമണം നടത്തി. ലോകത്തോട് ഇതിനെല്ലാം ന്യായീകരണമായി നെതന്യാഹു പറഞ്ഞത് ഇത് ഭീകരതയോടുള്ള സന്ധിയില്ലാത്ത പോരാട്ടമായിരുന്നു എന്നാണ്. അതിനിടയിലാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വകവരുത്തിയത്. അതിൽ ഭീകരവാദികൾ വരെ ഞെട്ടി. ഹസൻ നസ്രല്ല എന്ന ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ടപ്പോൾ ഇപ്പോൾ ഇതാ ഹിസ്ബുള്ള പുതിയ തലവനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നസ്രല്ലയുടെ പിൻഗാമിയായി ഹാഷിം സഫീദിൻ. അമേരിക്ക ആഗോള ഭീകരൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളയാളാണ് സഫീദിൻ എന്ന 64-കാരൻ. നസ്രല്ല തുടങ്ങിവെച്ചത് തുടരുമെന്നാണ് ഹിസ്ബുള്ളയുടെ തലവനായി നിയോഗിക്കപ്പെട്ടതിന് പിന്നാലെ സഫീദിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ ആഘോഷങ്ങളൊന്നും ഒരുപാട് നാൾ നീണ്ടു നിൽക്കില്ല എന്ന വാക്കുകളിൽ ഹിസ്ബുള്ളയുടെ ഉള്ളിൽ എന്താണ് എന്ന് വ്യക്തമാണ്. നസ്രുള്ളയുടെ കൊലപാതകം ഇറാനെ വരെ ഞെട്ടിച്ചു കളഞ്ഞതാണ്. യമനിലും ഹൂതികളും ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സുമെല്ലാം ഭീകര നേതാവായി കണ്ടിരുന്നതാണ് നസ്രള്ളയെ. അതുകൊണ്ട് നസ്രള്ളയുടെ പിൻഗാമി ഒട്ടും ചെറുതാകരുത് എന്ന വാശി ഇറാനുമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഉത്തരമായിരിക്കുന്നു. സഫീദിൻ ആരാണ്? നസ്രള്ളയുടെ ബന്ധു കൂടിയാണ് സഫീദിൻ. ഇതുവരെ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയകാര്യ വിഭാഗത്തിന്റെ തലവനായിരുന്നു. എന്നാൽ നസ്രള്ളയ്ക്കൊപ്പം സഫീദിനും കൊല്ലപ്പെട്ടോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. സഫീദിൻ ജീവിച്ചിരിക്കുന്നു എന്നുറപ്പായതോടെയാണ് ഹിസ്ബുള്ളയുടെ തീരുമാനം. ഹിസ്ബുള്ളയുടെ 6-അംഗ ഷൂറ കൗൺസിലിലെ പ്രധാന അംഗമാണ് സഫീദിൻ. 1964-ൽ ലെബനനിൽ ജനിച്ചു. 92 മുതൽ ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാന നേതൃത്വത്തിലുണ്ട്. ഇറാഖി നഗരമായ നജഫിലും ഇറാനിയൻ നഗരമായ ഖുവോമിലും മതപഠനം പൂർത്തിയാക്കി. ഇറാനുമായുള്ള അടുത്ത ബന്ധമാണ് ഹിസ്ബുള്ളയിൽ സഫീദിനെ പെട്ടെന്ന് നിർണായക ശക്തിയായി വളർത്തിയത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുമായി ഏറെ അടുപ്പം പുലർത്തുന്നുമുണ്ട്. സഫീദിന്റെ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഇറാൻ സൈന്യത്തിലെ മുൻ കമാൻഡറായ ഖ്വാസിം സൊലൈമാനിയുടെ മകളെയാണ്. ഖ്വാസിം സൊലൈമാനിയെ ലോകം അത്ര പെട്ടെന്ന് മറന്നു കാണില്ല. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും പലസ്തീനിലെ ഹമാസിനും യമനിലെ ഹൂതികൾക്കുമെല്ലാം ഇറാന്റെ ആളും അർത്ഥവും നൽകുന്ന IRGCയുടെ തലവനായിരുന്നു സുലൈമാനി. 2020-ൽ ഇറാഖിൽ വെച്ച് അമേരിക്ക വ്യോമാക്രമണത്തിൽ സുലൈമാനിയെ കൊലപ്പെടുത്തുകയായിരുന്നു. 2017-ലാണ് സഫീദിനെ അമേരിക്ക ആഗോള ഭീകര പട്ടികയിൽപ്പെടുത്തുന്നത്. അതേ വർഷം തന്നെ സൗദി അറേബ്യയും ഭീകരപട്ടികയിൽപ്പെടുത്തി. നസ്രുള്ള വർഷങ്ങളോളം ഒളിവിലായിരുന്നു. അടുത്ത കാലത്തൊന്നും ആരും നസ്രുള്ളയെ കണ്ടിട്ടില്ല. എന്നാൽ സഫീദിന് അങ്ങനെയല്ല. അടുത്ത കാലം വരെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. പ്രവാചകന്റെ പിൻഗാമിയെന്ന് സ്വയം അവകാശപ്പെടുന്ന സഫീദിൻ മതചടങ്ങുകളിലെ സ്ഥിര സാന്നിധ്യമാണ്. മുഖം മറച്ചുകൊണ്ട് കറുത്ത ടവൽ ധരിച്ചായിരിക്കും പലപ്പോഴും വരിക. സഫീദിന്റെ കുടുംബം ലെബനനിലെ തന്നെ പ്രബലമായ പാരമ്പര്യം പേർന്ന ഒന്നാണ്. ടൈർ നഗരത്തിലെ ക്വനോൺ ഇൻ നഹർ ഗ്രാമത്തിലെ ഈ കുടുംബത്തിൽ നിന്ന് നിരവധി മതപണ്ഡിതരും ലബനീസ് പാർലമെന്റ് അംഗങ്ങളും വരെ വന്നിട്ടുണ്ട്. സഫീദിന്റെ സഹോദരൻ അബ്ദുള്ളയാണ് ഇറാനിലെ ഹിസ്ബുള്ളയുടെ പ്രതിനിധി. സഫീദിൻ ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് വന്നതോടെ ഇസ്രയേൽ വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കാനേ വഴിയുള്ളൂ. ഹമാസിനെ പോലെ ഹിസ്ബുള്ളയെയും നിലംപരിശാക്കുക എന്ന ലക്ഷ്യത്തിൽ മുന്നേറുമ്പോൾ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം സഫീദിനാകുമെന്നതിലും സംശയം വേണ്ട.